ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കൈറ്റ് വിക്ടേഴ്സ് ഇംഗ്ലീഷ് ഇന്ന് തന്ന ആക്ടിവിറ്റീസ് ആണ്. ലെസൻ്റെ മലയാളത്തിലെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്കായി ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. ലെസൻ്റെയും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പോയാൽ കാണാം. ഇന്ന് ക്ലാസ്സിൽ എന്തൊക്കെ പറഞ്ഞു? ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞത് റൈമിംഗ് വേർഡ്സും ആലിട്രേഷനുമാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം റൈമിംഗ് വേർഡ്സ് എന്താണെന്ന് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് റൈം, ദ യൂസ് ഓഫ് വേർഡ്സ് ഇൻ എ പോയം ഓർ സോങ് ദാറ്റ് ഹാവ് ദ സെയിം സൗണ്ട്സ് എസ്പെഷ്യലി അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈൻസ്. ചില വേർഡ്സ് ആ പോയമിൽ വില്യം ബ്ലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പോയറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെയിം സൗണ്ടിങ് വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. ഓൾഡ് ജോൺ വിത്ത് വൈറ്റ് ഹെയർ, അല്ലേ? ഹെയർ, കെയർ, അതൊക്കെ എന്താണ് നമുക്ക് പറയുമ്പോൾ തന്നെ ഒരേ രീതിയിലാണ് പോകുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഓക്ക്, ഫോക്ക്, play, say, joys, boys, seen, green. അപ്പോൾ അതിനൊക്കെയാണ് എന്തെന്ന് പറയുക? റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. ദ ടു വേർഡ്സ് ഹെയർ ആൻഡ് കെയർ ആൻഡ് വിത്ത് ദ സെയിം സൗണ്ട്. സെയിം സൗണ്ടിലാണ് അവ എൻഡ് ചെയ്യുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുക? റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. ഐഡൻറ്റിഫൈ ദ അതർ റൈമിംഗ് വേർഡ്സ് ആൻഡ് സർക്കിൾ ദം. അപ്പോൾ ഏതാണ് ഇനി അതർ റൈമിംഗ് വേർഡ്സ്? ഇപ്പോൾ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്ക്, ഫോക്ക്, പ്ലേ, സേ, ജോയ്സ്, ബോയ്സ്, സീൻ, ഗ്രീൻ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിലെ റൈമിംഗ് വേർഡ്സ് വരിക. നെക്സ്റ്റ് നിങ്ങൾക്ക് എന്താ പറഞ്ഞത്? നെക്സ്റ്റ് നിങ്ങളോട് ആലിട്രേഷൻ ആണ് പറഞ്ഞത്. ആലിട്രേഷൻ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ദ യൂസ് ഓഫ് സെയിം സൗണ്ട് കൺസണൻസ് അറ്റ് ദി ബിഗിനിങ് ഓഫ് അഡ്ജസൻറ്റ് ഓർ ക്ലോസ്ലി കണക്റ്റഡ് വേർഡ്സ്. ആലിട്രേഷൻ എന്താണെന്ന് പറയുന്നത് സെയിം സൗണ്ടിങ് വേർഡ്സ് അല്ലെങ്കിൽ കൺസണൻസ് ആണ്. കൺസണൻസ് എന്താ നിങ്ങൾക്കറിയാം? എ ഇ ഐ ഒ യു വവൽസ് അല്ലാതെ വരുന്ന എല്ലാ വേർഡ്സിനെയും നമ്മൾ കോൺസണൻസ് എന്ന് പറയും. എല്ലാ ആൽഫബറ്റ്സിനെയും നമ്മൾ കോൺസണൻസ് എന്ന് പറയും. അപ്പോൾ സെയിം സൗണ്ടിങ് വേർഡ്സ് ആണ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ആലിട്രേഷൻ എന്ന് പറയും. അറ്റ് ദ ബിഗിനിങ് ഓഫ് അഡ്ജസൻറ്റ്, അത് എവിടെയായിരിക്കണം? ഒരു വേർഡിൻ്റെ ബിഗിനിങ്ങിലായിരിക്കണം, ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള വേർഡ്സിൻ്റെ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ 6th ലൈനിൽ നോക്കൂ. ദ ബേർഡ്സ് ഓഫ് ദ ബുഷ്, ബി എന്ന സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആലിട്രേഷൻ ആണ്. അതുപോലെ തന്നെ സിങ് ലൗഡ്, എലൗഡ്, അവിടെയൊന്നും ഒരു ലൈനിലും ഒരേ സൗണ്ട് ഫസ്റ്റ് വേർഡായിട്ട് വന്നിട്ടില്ല. പിന്നെ എവിടെയാണ് വരുന്നത്? സ്പോർട്സ്, ഷാൽ, സീൻ, അല്ലേ? അപ്പോൾ സൗണ്ട് ഇതിൽ റിപ്പീറ്റ് ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇതും എന്താണ്? അതും ആലിട്രേഷന് എക്സാമ്പിളാണ്. ഓക്കെ, ബാക്കിയുള്ള ലൈൻസിലൊന്നും അങ്ങനെ സെയിം സൗണ്ടിങ് വേർഡ്സ് ബിഗിനിങ്ങിൽ വന്നിട്ടില്ല. വായിച്ച് നോക്കിയാൽ അറിയാം. ദ സൺ ഡസ് എറൈസ്, അതിൽ വന്നിട്ടില്ല. മേക്ക് ഹാപ്പി സ്കൈസ്, മെറി ബെൽസ് റിംഗ്, വെൽക്കം സ്പ്രിംഗ്, ദ സ്കൈലാക്ക് ആൻഡ് ത്രഷ്, ദ ബേർഡ്സ് ഓഫ് ദ ബുഷ്, സിംഗ് ലൗഡർ അലൗഡ്, louder around to the bell's cheerful sound, while a sport shall be seen on the echoing green. അപ്പോൾ ഏത് രണ്ടെണ്ണത്തിലാണ് ആലിട്രേഷൻ വന്നിട്ടുള്ളത്? 6th ലൈനിലും അതുപോലെ തന്നെ 9th ലൈനിലുമാണ് ആലിട്രേഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ സൗണ്ട് ഇൻ ദ ലൈൻ 6 the സൗണ്ട് ഓഫ് ദി ലെറ്റർ ബി ഈസ് റിപ്പീറ്റഡ്. ബ എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ബി എന്ന ലെറ്റർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലേ? ഇത് എവിടെയാണ് വരുന്നത്? ആ ബേർഡ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിലും ബുഷിൻ്റെ സ്റ്റാർട്ടിങ്ങിലുമാണ്. അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയുള്ള വേർഡ്സ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആലിട്രേഷൻ എന്ന് പറയാം. ഓക്കെ, സച്ച് എ റിപ്പീറ്റേഷൻ ഈസ് ടേംഡ് ആസ് ആലിട്രേഷൻ. Now identify the instances of alliteration in the lines given below and write them in the space provided. ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്നും alliteration കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. The swimmers swam and searched the sea. ഏത് സൗണ്ടാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്? സ് എന്ന് പറഞ്ഞ സൗണ്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ വരും? സ്വിമ്മേഴ്സ്, swam, searched, സി, അല്ലേ? അപ്പോൾ അത് ഫുള്ള് നമുക്ക് ഇവിടെ എഴുതാം. ഇനി സെക്കൻഡ് സെൻറ്റൻസ് എന്താ? സ്പെഷ്യൽ സീ ഷെൽസ് ഹിഡ് ബെനീത്ത് ദ സാൻഡ്. സൗണ്ട് അവിടെയും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ സീ ഷെൽസ് സാൻഡ്, അല്ലേ? അപ്പോൾ അതൊക്കെ നമുക്ക് രണ്ടാമത്തെ എഴുതാം. തേർഡ് ലൈൻ വായിക്കാം. ചിൽഡ്രൻ ക്യാച്ച് സ്മോൾ ക്രീച്ചേഴ്സ് ആൻഡ് സെറ്റ് ദം ഫ്രീ. അപ്പോൾ ഏതൊക്കെയാണ് ആലിട്രേഷൻ എക്സാമ്പിൾ? ചിൽഡ്രൻ, ക്യാച്ച്, ക്രീച്ചേഴ്സ് നിങ്ങൾക്ക് എഴുതാം. പിന്നെന്താണ്? സ്ക്രീമിങ്, സ്പ്ലാഷിങ് ആൻഡ് സ്കിപ്പിംഗ് ടു ദ ലാൻഡ്. അപ്പോൾ അവിടെ എസ് സൗണ്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എഴുതാം സ്ക്രീമിങ്, സ്പ്ലാഷിങ്, സ്കിപ്പിംഗ്. അത് ആലിട്രേഷന് എക്സാമ്പിളാണ്.
ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് ആലിട്രേഷൻ കണ്ടുപിടിക്കാമെന്ന്. ഇന്ന് സാറ് ക്ലാസ്സിൽ തന്ന ഒരു ആക്ടിവിറ്റി ഈ പോയമിൻ്റെ ഫുള്ളായിട്ടുള്ള റൈമിങ് വേർഡ്സ് നിങ്ങളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഒരു താളം കൊടുക്കുന്ന ആ വേർഡ്സിനെയാണ് എന്തെന്ന് പറയാം, റൈമിങ് വേർഡ്സ് എന്ന് പറയാം. ദ സൺ ഡസ് അറൈസ് ആൻഡ് മേക്ക് ഹാപ്പി ദ സ്കൈസ്. അപ്പോൾ ഏതാണ് റൈം ചെയ്യുന്നത്, അറൈസും സ്കൈസും. ദ മെറി ബെൽസ് റിംഗ് ടു വെൽക്കം ദ സ്പ്രിംഗ്. Skylark and thrush, birds of the bush, sing louder around to the bell's cheerful sound, while our sport shall be seen on the echoing green. അതാണ് ഫസ്റ്റ് സ്റ്റാൻസയിലെ റൈമിംഗ് വേർഡ്സ് വരുന്നത്. സെക്കൻഡ് സ്റ്റാൻസയിൽ ഏതൊക്കെ വരുന്നുണ്ട്, ഓൾഡ് ജോൺ വിത്ത് വൈറ്റ് ഹെയർ ഡസ് laugh away care, sitting under the oak among the old folk. They laugh at our play and soon they all say, such were the joys when we all girls and boys in our youth time were seen on the going green. അതാണ് സെക്കൻഡ് സ്റ്റാൻസയിലെ റൈമിംഗ് വേർഡ്സ് വരുന്നത്. തേർഡിൽ ഏതാ വരുന്നത്, till the little ones weary no more can be merry, the sun does descend and our sports have an end, round the laps of their mother many sisters and brothers, like birds in the nest are ready for rest, and sport no more seen on the darkening green. ഓക്കെ, അപ്പം നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാമല്ലേ ഒരു താളം വരുന്നുണ്ട്. അതിനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ റൈമിംഗ് വേർഡ്സ് യൂസ് ചെയ്യുന്നത്. ആ പോയമിനെ കുറച്ചും കൂടി ഒരു ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങളുടെ റൈമിംഗ് വേർഡ്സ് വരിക. അറൈസ്, സ്കൈസ്, റിംഗ്, സ്പ്രിംഗ്, ത്രഷ്, ബുഷ്, around, sound, seen, green, hair, care, oak, folk, play, say, joys, boys, seen, green, weary, merry, descent, end, mother, brothers, nest, rest, seen, green. നെക്സ്റ്റ് നോക്കേണ്ടത് അലിട്രേഷൻ ആണ്. അലിട്രേഷൻ ഏതൊക്കെ ലൈൻസിൽ വരുന്നുണ്ട്, ദ ബേർഡ്സ് ഓഫ് ദ ബുഷ്, ബേർഡ് സൗണ്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ബേർഡ്സിലും ബുഷിലും. വൈൽ അവർ സ്പോർട്സ് ഷാൽ ബി സീൻ, അപ്പോൾ സ്പോർട്സ് ഷാൽ സീൻ അല്ലേ. അപ്പോൾ ഈ രണ്ട് ലൈനും നമുക്ക് അലിട്രേഷനിൽ എഴുതാം. പിന്നെ വരുന്നത് ഓൾഡ് ജോൺ വിത്ത് വൈറ്റ് ഹെയർ, അതിൽ വിത്ത് വൈറ്റ്. ആൻഡ് സൂൺ ദേ ഓൾ സേ, അതിൽ വരുന്ന ഏതാ, സൂൺ സേ. നോ മോർ ക്യാൻ ബി മെറി, അതിൽ വരുന്നത് മോർ മെറി. ആൻഡ് സ്പോർട്ട് നോ മോർ സീൻ, സ്പോർട്ട് സീൻ. ഓക്കെ, അതിൽ എസ് സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ആലിട്രേഷൻ്റെ ലൈൻസ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നോട്ടിലേക്ക് എടുത്ത് എഴുതുക. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് വിക്ടേഴ്സ് ചാനലിൽ ഇന്ന് ഇംഗ്ലീഷിൽ തന്ന ആക്ടിവിറ്റീസ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.